പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവർക്കാണ് സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ജനം TV ആണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. നമ്മളിപ്പോൾ കുടുംബത്തിൽ അവരുടെ നോട്ടപ്പോൾ വെള്ളമല്ലോ നമുക്ക് വന്നുകൊണ്ടത്. നമുക്കത് നീതി കിട്ടി തന്നെ ആകണം. എൻ്റെ മകൾക്ക് കൈ ഇനി വയ്ക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടി തന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും, നിയമപരമായിട്ട് പോകും. കൂടുതൽ വിവരങ്ങളുമായി അരുണാലത്തൂരും രമ്യാദാസും ചേർന്നുണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, എന്തായാലും ഈ ഒരു നടപടി കൊണ്ട് മാത്രമായോ കാര്യങ്ങൾ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇത്തരം ഒരു നടപടി കൊണ്ട് മാത്രം ഒന്നും ഒതുങ്ങുന്നില്ല. കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. വിശദമായ അന്വേഷണം ഇനിയും ഇതിൽ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ മുസ്തഫ, അതുപോലെ തന്നെ ജൂനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ സർഫാസ് എന്നിവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 2 ഡോക്ടർമാർക്കെതിരെയും നടപടി ഉണ്ടായതിൻ്റെ സാഹചര്യം എന്നുള്ളത്, ഈ പെൺകുട്ടി കൈ ഒടിഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനൊപ്പം കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റിട്ട് ആദ്യം ചികിത്സയ്ക്കെത്തിയത് കഴിഞ്ഞ സെപ്റ്റംബർ 24-ാം തീയതിയാണ്. സെപ്റ്റംബർ 24-ാം തീയതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ സമയത്ത് ആദ്യം പരിശോധിച്ചത് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന ഡോക്ടർ മുസ്തഫയാണ്. അതിനുശേഷം ഡോക്ടർ മുസ്തഫ കുട്ടിയുടെ കയ്യിൽ 2 ഭാഗത്തെ എല്ലിൻ്റെ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി പ്ലാസ്റ്റർ ഇട്ട് വിട്ടയക്കുകയാണ് ചെയ്തത്. പിന്നീട് സെപ്റ്റംബർ 25-ാം തീയതി ഈ പെൺകുട്ടിയെ കാണിക്കുന്നത് OP-യിലാണ്. OP-യിൽ ഡോക്ടർ സർഫാസിൻ്റെ OP-യിലായിരുന്നു കാണിച്ചത്. ആ ഡോക്ടർ സർഫാസും പരിശോധിച്ച് കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് കൈയൊടിഞ്ഞ് ആ 2 എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നതിലുപരി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ഇനി അടുത്തതായിട്ട് ഒക്ടോബർ 3-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞ് അയക്കുകയായിരുന്നു. എന്നാൽ ഒക്ടോബർ 3-ന് മുൻപ് തന്നെ ആ കുഞ്ഞിൻ്റെ കൈക്ക് നിറവ്യത്യാസമുണ്ടാവുകയും പഴുപ്പുണ്ടാവുകയും വലിയ രീതിയിൽ വേദന ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. തുടർന്നാണ് കുടുംബം സെപ്റ്റംബർ 30-ാം തീയതി തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വീണ്ടും എത്തിയത്. ആ സമയത്താണ് കുട്ടിയുടെ കയ്യിലെ നരമ്പിൽ രക്തം കട്ട പിടിച്ച് രക്തയോട്ടം പൂർണ്ണമായും നിലച്ച സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. അതായത് ആ പ്രാഥമിക ഘട്ടത്തിൽ 2 ഡോക്ടർമാർ, അതായത് ഡോക്ടർ മുസ്തഫയും അതുപോലെ തന്നെ സർഫാസും ചികിത്സിച്ച സമയത്ത് ഈ കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തയോട്ടം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു പരിശോധനയും ആ പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളത് അതിലൂടെ വ്യക്തമാവുകയായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് കുഞ്ഞിൻ്റെ കൈയെ മുറിച്ചു മാറ്റുന്നത്. അങ്ങനെയാണ് 9 വയസ്സുകാരിയായ പാലക്കാട് പല്ലശ്ശേനി ഒഴുപാറ സ്വദേശിയായ വിനോദിനിക്ക് തൻ്റെ കൈ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഒക്ടോബർ 2-ാം തീയതി വൈകിട്ടോടുകൂടിയായിരുന്നു കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ജനം TVയെ ബന്ധപ്പെടുന്നത്. ഒക്ടോബർ 3-ന് രാവിലെ തന്നെ ജനം TV ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളായിരുന്നു വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഈ ആശുപത്രിയിലേക്ക് BJPയും യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായി. DMOയെ ഉപരോധിക്കുകയുണ്ടായി, സൂപ്രണ്ടിനെ ഉപരോധിക്കുകയുണ്ടായി. അതിനൊക്കെ ശേഷം ആരോഗ്യ വകുപ്പ് 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്ന്, ഒരു പ്രാഥമിക അന്വേഷണ സംഘത്തെ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. അതിനുശേഷം രണ്ടാമത് മറ്റൊരു എക്സ്പെർട്ട് കമ്മിറ്റിയെ ഇതിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. എന്നാൽ ആദ്യ 2 സംഘത്തിൻ്റെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പൂർണ്ണമായും ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനുശേഷം KGMO എന്ന ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ ഈ ഡോക്ടർമാരെ ന്യായീകരിച്ച് രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായി. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഇതിൽ മറ്റൊരു അന്വേഷണം കൂടെ സംസ്ഥാന തലത്തിൽ തന്നെ നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്നിപ്പോൾ 2 ഡോക്ടർമാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഏതായാലും സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. എവിടെയാണ് പിഴവ് പറ്റിയത്? അതായത് ഒരു സഹോദരനൊപ്പം ഓടിക്കളിക്കുമ്പോൾ വീണ് പരിക്കേറ്റ ഒരു കുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തുമ്പോൾ ആ കുട്ടിയുടെ കൈയിൻ്റെ എല്ല് മാത്രം പൊട്ടിയിട്ടുള്ളൂ, ആ രക്തയോട്ടം നിലച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ബാക്കിയാവുന്നത്. കോഴിക്കോട് നിന്ന് രമ്യദാസ് കൂടി ചേർന്നുണ്ട്. രമ്യക്കൊപ്പം ഈ ഒരു കുട്ടിയുടെ കുടുംബം കൂടി ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് കുടുംബത്തിന്റെ പ്രതികരണം പുറത്തു വരുന്നത്?
വിഷ്ണു, തീർച്ചയായും ഇപ്പോൾ ഈ 2 ഡോക്ടർമാർക്കെതിരെ വന്ന നടപടിയിൽ കുടുംബം സന്തുഷ്ടരാണ് എന്ന് തന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ പറഞ്ഞിരുന്നു, ഈ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞത് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിരുന്നു. എന്നാൽ വെറുതെ ഒരു പ്ലാസ്റ്റർ ഇടുക മാത്രമായിരുന്നു ഈ ആശുപത്രിയിൽ നിന്ന്, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചെയ്തത്. അതിനെ തുടർന്ന് പലതവണ ആശുപത്രിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിൽ നടപടിയും, കാരണം കുട്ടിക്ക് കൈവേദനയുണ്ടായിരുന്നു, കയ്യിൽ നീര് വന്നിരുന്നു. ഇതെല്ലാം ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് സമീപിക്കുമ്പോഴും അവരോട് പറയുമ്പോഴെല്ലാം വളരെ നിഷ്ക്രിയമായി തന്നെയായിരുന്നു അവർ നടപടി എടുത്തിരുന്നത്. യാതൊരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിശോധനയോ മറ്റോ ഒന്നും നടത്തിയിരുന്നില്ല. ഈ 25-ാം തീയതി പോകുമ്പോഴും ഈ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരുൾപ്പെടെ ഈ പ്ലാസ്റ്റർ ഇട്ടേൻ്റെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണം എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത്. ഇതിനുശേഷം ഇന്നലെയും ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി പാലക്കാട് ജില്ലാ ആശുപത്രി വെള്ളം പൂശുന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഡോക്ടർമാരുടെ പിഴവല്ല, അവിടെ യാതൊരു വിധത്തിൽ അനാസ്ഥയും സംഭവിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരുന്നു അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത്. 2 ഡോക്ടർമാരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രതികരിക്കുന്നത് സന്തുഷ്ടരാണ്, ഈ നടപടിയിൽ അവർക്ക് സന്തോഷമുണ്ട്. എങ്കിലും തുടർ നടപടിയുമായി മുന്നോട്ട് പോകും. ഏകദേശം 5 ഡോക്ടർമാരിലധികം കുട്ടിയെ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ 2 ഡോക്ടർമാർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. കാരണം ചെറിയ കുട്ടിയാണ്, കുട്ടിയുടെ കൈയാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. കുട്ടിയുടെ ഭാവി ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ, കാരണം ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് കുട്ടി ഇപ്പോഴും തുടരുന്നത്. വളരെ വലിയ വേദനയുണ്ട്, കുട്ടി കരച്ചിലാണ് തുടങ്ങിയ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും വളരെ ഇത്തരത്തിലൊരു ദയനീയ സ്ഥിതി തന്നെയാണെന്നാണ് ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ 2 ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ വളരെ ആശ്വാസമുണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. വിഷ്ണു, രമ്യ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ടിൽ പോലും ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന തരത്തിലാണ് അതിനകത്തുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നു. ഒപ്പം തന്നെ കുടുംബം ഉന്നയിച്ച പല കാര്യങ്ങളും അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു കുടുംബം നടത്തിയ പ്രതികരണം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ച പല കാര്യങ്ങളും ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ എടുത്ത് പറയേണ്ടത്. അങ്ങനെയെങ്കിൽ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെയും ഇനി ബാക്കിയാവുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം കുടുംബം അത് തന്നെയല്ലേ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും വിഷ്ണു, അത് തന്നെയാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഒരു കൈയൊടിഞ്ഞതുമായി ബന്ധപ്പെട്ട് കുട്ടി ആശുപത്രിയിൽ എത്തുന്നു, എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നു, 2 എല്ലുകൾക്കാണ് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തുന്നത്. എന്നാൽ ഇവിടെ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് മാതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം അവിടെ അഡ്മിറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ കുട്ടിക്ക് കൈക്ക് വേദന അനുഭവപ്പെട്ടു. പലതവണ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു, ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടു, ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോഴെല്ലാം ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടിയെ ഒന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ അവരിട്ട പ്ലാസ്റ്റർ ഒന്ന് അഴിച്ചു നോക്കാനോ ഒന്നും ഇവർ തയ്യാറായിരുന്നില്ല. 25-ാം തീയതി പോയിരുന്നു. അതിനുശേഷം 30-ാം തീയതിയാണ്, കാരണം കയ്യിലെല്ലാം പൊള്ള വന്നിരുന്നു, നീര് വന്ന് വീർത്തിരുന്നു. ഇതിനുശേഷമാണ് ഇവർ വീണ്ടും ആശുപത്രിയിൽ പോകുന്നത്. ഇത് കണ്ടിട്ടും ഇത് ഈ പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് മാത്രമാണ് എന്ന നടപടിയാണ് ഡോക്ടർമാർ കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് മാതാവ് പലതവണ മാധ്യമങ്ങൾ നമ്മളോട് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വളരെ അലംഭാവത്തോടു കൂടിയാണ് ഈ ഡോക്ടർമാരടക്കം ഇടപെട്ടത് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനെ തുടർന്നുള്ള നടപടികളും അന്വേഷണങ്ങളെല്ലാം നടന്നിരുന്നു. പക്ഷേ ഈ ജില്ലാ ആശുപത്രിയെ വെള്ളം പൂശുന്ന, കാരണം യാതൊരു തരത്തിലും ഒരു ചികിത്സയിൽ അനാസ്ഥ സംഭവിച്ചിട്ടില്ല, ഡോക്ടർമാരുടെ പിഴവല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ജൂനിയർ റെസിഡന്റ് ഡോക്ടറായ മുസ്തഫ, അതുപോലെ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. കാരണം അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ എങ്കിലും അത്തരത്തിലൊരു പിഴവ് തന്നെയാണ് ഇത്തരത്തിൽ ഈ 2 പേരെയും ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ കൂടി ബാക്കി ആകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഇപ്പോഴുള്ള ഈ ഒരു സസ്പെൻഷൻ നടപടി കൊണ്ട് മാത്രമാകുന്നില്ല കാര്യങ്ങൾ, ഇനിയുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് ഏറെ നിർണായകമായി മാറിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കുടുംബം ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു അന്വേഷണം തന്നെയാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു 9 വയസ്സുകാരിയുടെ ജീവിതത്തിന് ഒരു നീതി കിട്ടുക എത്രത്തോളം അകലെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കൂടുതൽ നടപടികൾ വേണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിൽ തന്നെ
ഈ ഡോക്ടർ എന്നുള്ളത് മുസ്തഫ ഉൾപ്പെടെ PG വിദ്യാർത്ഥിയാണ്. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് എത്രത്തോളം ഇനി സസ്പെൻഷൻ്റെ കൂടുതൽ കണ്ടെത്തലുകൾ, ഇതിൽ ഈ ഡോക്ടർമാരുടെ പിഴവ് എവിടെയാണ് പറ്റിയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നടപടി എന്നുള്ളത്. അതിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ കയ്യെ മുറിച്ചു മാറ്റിയ ഭാഗം പത്തോളജിക്കൽ പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നുള്ളതാണ്. കാരണം അത്തരം പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ എങ്ങനെയാണ് ഇവിടെ വീഴ്ച പറ്റിയത് എന്നുള്ളതിലൊക്കെ കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് പ്ലാസ്റ്റർ ഇട്ടത് കൈ മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ല, അതുകൊണ്ട് തന്നെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത നന്നേ കുറവ്. അതായത് ഈ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പരാതിയായി പറഞ്ഞിരുന്നത് വളരെ ടൈറ്റിലായിരുന്നു പ്ലാസ്റ്റർ ഇട്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ സൂപ്രണ്ടും അതുപോലെ തന്നെ ഓർത്തോ വിഭാഗം മേധാവിയും ഉൾപ്പെടെ പറഞ്ഞത് തങ്ങൾ പ്ലാസ്റ്റർ ഇട്ടത് ഭാഗികമായിട്ട് മാത്രമാണ്, കൈ മുഴുവൻ പൊതിയുന്ന തരത്തിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കൈ മുഴുവൻ പൊതിയുന്ന തരത്തിൽ പ്ലാസ്റ്റർ ഇട്ടില്ല എന്ന് പറയുമ്പോൾ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം അല്ല ഈ ഒരു കുഞ്ഞിൻ്റെ കയ്യിലെ രക്തയോട്ടം നിലയ്ക്കുന്നതിന് കാരണമെന്ന് ആശുപത്രി അധികൃതർ ഒരു ഭാഗത്ത് പറയുന്നു. മറുവശത്ത് പറയുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ രക്തം വാർന്നുകൊണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് കുടുംബം പറയുമ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന മുറിവ് എന്നുള്ളത് തൊലിപ്പുറത്തുണ്ടായ ചെറിയ മുറിവാണ്, അല്ലാതെ ആഴത്തിലുള്ള മുറിവല്ല, നരമ്പോ മറ്റോ ഡാമേജ് ആവുന്ന തരത്തിലുള്ള മുറിവായിരുന്നില്ല എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെയാണ് ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്കുള്ള നരമ്പിലെ രക്തയോട്ടം നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിലെവിടെയാണ് ഈ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയത്? എന്തുകൊണ്ടാണ് ഇവർ കൂടുതൽ പരിശോധനകൾ ആദ്യഘട്ടത്തിൽ തന്നെ നടത്താതിരുന്നത്? ഡോക്ടർമാർ പറയുന്നത് തങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന സാധാരണ പ്രൊസീജിയർ മാത്രമാണ് ചെയ്തത്, അതിലുപരി കൂടുതൽ കാര്യങ്ങൾ ഈ ചികിത്സയ്ക്ക് ചെയ്യേണ്ടതായിട്ടില്ല. തങ്ങൾക്ക് തന്നിരിക്കുന്ന ചികിത്സാ രീതികൾ അനുസരിച്ച് ഈ കൈ ഒരു ഒടിഞ്ഞ ഒരാൾ വരുമ്പോൾ അയാൾക്ക് പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുക, കൈ അനക്കമുണ്ടോ, രക്തയോട്ടം കറക്റ്റാണോ എന്ന് നോക്കുക, അതിലുപരി ഇതിലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർമാർ ചികിത്സിക്കുന്ന രീതിയിൽ തന്നെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ആ ചികിത്സാ രീതി തന്നെ മാറ്റേണ്ട കാര്യങ്ങൾ കൂടെ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇനി മറ്റൊരാൾക്കും മറ്റൊരു കുഞ്ഞിനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവരുത് എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ ആ കുഞ്ഞിനും കുടുംബത്തിനും നീതി ഉറപ്പാക്കണമെങ്കിൽ അവർ വളരെ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന കുടുംബമാണ്. ടാർപോളിംഗ് കൊണ്ട് മറച്ച ഒരു കൂരയിലാണ് അവർ കഴിയുന്നത്. അവർക്ക് നല്ലൊരു വീടില്ല, അവർക്ക് ചികിത്സിക്കാൻ പണമില്ല, അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ആ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ കുടുംബത്തിൻ്റെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിലാണ് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഉണ്ടാകുന്നത്.